എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വാർത്താ വിശകലനങ്ങളുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ എന്ന് പറയുന്നത്, ഒന്ന് ഹൈക്കോടതിയുടെ തീരുമാനമാണ്. അതായത് ഒരു SIT രൂപീകരിക്കുന്നു. ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അയ്യപ്പ ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞുള്ള സ്വർണ്ണപാളി അപ്രത്യക്ഷമായ സംഭവം, 5 കിലോ തൂക്കം വരുന്ന സ്വർണം ആവിയായി പോയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ടീമിനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ വിജിലൻസിനെ വെച്ച്, അതായത് ശബരിമലയിലെ ഈ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനെ വെച്ചുകൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെ കളി അവസാനിക്കുകയാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ചോദിക്കുമ്പോൾ പറയും, വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. ഇത് പിണറായി വിജയന്റെ യഥാർത്ഥ വിജിലൻസോ അല്ലെങ്കിൽ ശബരിമല ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിജിലൻസ് എന്നൊക്കെ പറയുന്നത് ഇവരൊന്നും അന്വേഷിച്ചാൽ എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് നമുക്ക് നേരത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ്. മാത്രമല്ല, ഈ വിജിലൻസ്, അതായത് നമുക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത ഈ വിജിലൻസ് തന്നെ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്തതിൽ നിന്ന് വിജിലൻസ് സംഘം തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്നും ഒരുപാട് അന്വേഷിക്കാനുണ്ടെന്നുമാണ് വിജിലൻസ് സംഘം ഹൈക്കോടതിയിൽ ഇന്ന് പ്രത്യേകിച്ച് തിരക്കിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. 2-3 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ വിജിലൻസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും വളരെ വളരെ ഊർജിതമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഇവിടെ CBI അന്വേഷണം വേണമെന്ന് കോൺഗ്രസും BJPയും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലക്കും കാര്യങ്ങൾ പുരോഗമിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു അവതാരമാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിലായിരുന്നു മുൻ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം പ്രസിഡന്റും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും കാരണഭൂതം പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ ഇവരൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല, ദേവസ്വം ബോർഡിനും ഇല്ല, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല, സർക്കാരിനും ഇല്ല, ആർക്കും ഇല്ല. ഉത്തരവാദിത്വം ആർക്കാണ്? ഉത്തരവാദിത്വം ഈ പറയുന്ന അവതാരത്തിന് മാത്രമാണ്. പിന്നെ ചില ഉദ്യോഗസ്ഥന്മാരോ പിന്നെ തന്ത്രി ഇങ്ങനെയൊക്കെയാ പറയുന്നത്. അതായത് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല അത്രേ. 1998-99 കാലത്ത് വിജയമല്യ 30.3 കിലോഗ്രാം സ്വർണമാണ് ഈ ശ്രീകോവിൽ സ്വർണം പൊതിയാൻ വേണ്ടിയിട്ട് ഈ ഭഗവാൻ സമർപ്പിച്ചത്. അതിന്റെ ജോലികൾ ഏതാണ്ട് ഒരു 3.5 മാസം നീണ്ടു നിൽക്കുന്ന ജോലികൾ 10-60 ജോലിക്കാർ ചേർന്നിട്ട് നിർവഹിച്ച ആ ഒരു സംഭവത്തില് അതിനൊക്കെ എന്താ പറയാ ഇൻസ്പെക്ഷൻ നടത്തിയ, ഈ ഒരു വർക്ക് ഇൻസ്പെക്ട് ചെയ്ത ഒരു തമിഴ്നാട് സ്വദേശിയായ കൊച്ചിയിൽ സ്ഥിര താമസക്കാരനായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ചാനലുകളോട് പറഞ്ഞിരുന്നു, 5 കിലോഗ്രാം സ്വർണമാണ് ഈ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരുന്നത്. വിജിലൻസ് സംഘം കണ്ടെത്തിയത് ഏതാണ്ട് ഒരു 1.5 കിലോഗ്രാം തൂക്കമുണ്ടെന്നാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ആഖ്യാനങ്ങളാണ്. ഇതാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. എത്ര സ്വർണം അപ്രത്യക്ഷമായി എന്നതിനേക്കാൾ ഈ 20 വർഷത്തോളം ഭക്തന്മാരെല്ലാവരും കണ്ട് സായുജ്യമടഞ്ഞിരുന്ന ഈ ദ്വാരപാലക ശില്പ സ്വർണ പാളി 2019 ഇത് നമ്മുടെ ഈ അവതാര പുരുഷനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് വെറും ചെമ്പ് പാളി എന്നാണ് തിരുവാഭരണ രജിസ്റ്ററിൽ എഴുതി ചേർത്തിരുന്നത്. അവിടെയാണ് ഇതിന്റെ തട്ടിപ്പ് നാടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആരാണ് അങ്ങനെ എഴുതിയത്? ആരുടെ നിർദ്ദേശപ്രകാരം? അപ്പൊ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളിൽ ബോധ്യപ്പെടാമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ അകത്തു പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ രാജിവെക്കേണ്ടത്, ഈ ഒരു ആരോപണം യഥാർത്ഥത്തിൽ ഇത് ആരോപണമല്ല കേട്ടോ. ഇത് വസ്തുതകളാണ്, അല്ലെങ്കിൽ വളരെ യാഥാർത്ഥ്യബോധത്തെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 20 വർഷം ഭഗവാന്റെ നടയിൽ, ഈ പറയുന്ന ശ്രീകോവിലിന്റെ തിരുനടയില് നമ്മൾ 2 ഭാഗത്തും ഭഗവാനെ സംരക്ഷിക്കുന്ന ഈ ദ്വാരപാലകന്മാര്, അവര് സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലകരെയാണ് നമ്മളൊക്കെ കണ്ടത് അല്ലെ. ഈ അവിടെ എത്തുന്ന, ഈ ശ്രീകോവിലിന് മുന്നിൽ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തന്മാരും അതല്ലെങ്കിൽ അതല്ലാത്തവര് വിവിധങ്ങളായ ചാനലുകളിലൂടെ ഒക്കെ കണ്ടത് ഇതാണ്. സുവർണപ്രഭ തൂകുന്ന ഈ ദ്വാരപാലകരെയാണ്. ഇതാണ് ചെമ്പാണ് എന്ന് ഈ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതായാലും SITയുടെ അന്വേഷണം നടക്കട്ടെ. വരും ദിവസങ്ങളിൽ CBIയുടെ അന്വേഷണം വരികയാണെങ്കിൽ അതും വരട്ടെ.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. അടുത്ത മാസം നവംബർ മാസം 6-ാം തീയതിയും 11-ാം തീയതിയും 2 ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 14-ാം തീയതി ഇലക്ഷന്റെ റിസൾട്ട് വരികയും ചെയ്യുന്നു. ഒരുപക്ഷെ ഏറ്റവും താല്പര്യത്തോടെ എല്ലാവരും ഏറെ താല്പര്യത്തോടെ കാത്തിരിക്കുന്നതാണ് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നുള്ളത്. കാരണം ഒന്ന് അറിയാലോ, ബീഹാറിൽ വെച്ചിട്ടാണ് ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ കലാപമുണ്ടായത്, അല്ലെങ്കിൽ SIR-നെതിരെ ഏറ്റവും വലിയ രോഷപ്രകടനങ്ങൾ ഉണ്ടായത്. സുപ്രീം കോടതിയിൽ കേസ് പോകുന്നു, അവസാനം സുപ്രീം കോടതി ഇത് പരിഗണിക്കുന്നു, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ വരുന്നു. ഇങ്ങനെ നിരവധിയായ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പരമപവിത്രമെന്ന് നമ്മളൊക്കെ കരുതുന്ന ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി 2 പത്രസമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി. ഒന്ന് കർണാടകയിലെ മഹാദേവപുരയിൽ ആകെ ഈ വോട്ടർ പട്ടികയിൽ ഏറ്റവും വലിയ ക്രമക്കേടുകളാണ് നടന്നത്. ബി ജെ പി സർക്കാരിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷണർ പ്രവർത്തിച്ചു. ആയിരക്കണക്കിന് വോട്ടുകൾ കൂട്ടിച്ചേർത്തു, ആയിരക്കണക്കിന് വോട്ടുകൾ ഒഴിവാക്കി എന്നൊക്കെയുള്ള ഇതിനൊരു വിശ്വാസ്യതയില്ലായിരുന്നു. ഇതൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അത്രയും പൂർണ്ണമായും തെറ്റാണ് എന്ന് ഒരു ഇന്ത്യയിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ വ്യക്തമായ മറുപടി രാഹുൽ ഗാന്ധി കൊടുത്തു കഴിഞ്ഞു. അതല്ലാതെ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു കണക്കുമില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഹോംവർക്കും ഇല്ലാതെ രാഹുൽ ഗാന്ധി കുറെ വെളിപാടുകൾ നടത്തുകയായിരുന്നു. ഈ വെളിപാടിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഇനിയുള്ള വരും കാലങ്ങളിലൊന്നും കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല. അതാണ് അവസ്ഥ. കോൺഗ്രസിന്റെ അവസ്ഥ ഏതാണ്? നേരത്തെ ഇവര് EVM-നെ കുറ്റം പറഞ്ഞു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പരാജയപ്പെടുന്നത്, അതായിരുന്നു ഇവരുടെ വാദം. അതിനുശേഷം ഒരുപാട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകൾ ജയിച്ചിട്ടുണ്ട്. നമുക്ക് കേരളത്തിലെ കാര്യം തന്നെ അറിഞ്ഞൂടെ? അപ്പൊ ഈ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വിവിധ കക്ഷികൾ ജയിക്കുന്നു, ജയിച്ച കക്ഷികൾ തോൽക്കുന്നു, അങ്ങനെ മാറി പറഞ്ഞ് റിസൾട്ട് വരാറുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് EVM കൃത്രിമം നടത്തുന്നു. അവസാനം ഇത് സംബന്ധിച്ച് നമുക്കറിയാം, സുപ്രീം കോടതിയിൽ വരെ പോയി. സുപ്രീം കോടതി ഇവരെ ഓടിച്ചു വിട്ടു. കാരണം സുപ്രീം കോടതി നിയോഗിച്ച ഒരു ഹൈപ്പവർ കമ്മിറ്റി ഇത് അന്വേഷിച്ചിട്ട് അവർ വ്യക്തമായ റിപ്പോർട്ട് കൊടുത്തു. EVM-ൽ ഒരു തരത്തിലുള്ള കൃത്രിമങ്ങളും നടത്താൻ പറ്റില്ല, ഇതിന്റെ ഡാറ്റയിൽ കൃത്രിമം നടത്താൻ പറ്റില്ല എന്ന് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ ഒരു ഉന്നത പഠന സംഘം സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് EVM-നെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തരത്തിലുള്ള ക്രമക്കേടും ആരോപിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പ്ലേറ്റ് മാറ്റിയത്. പിന്നെന്താ ചെയ്യും? പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പിന്നീടാണ് വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട്, വോട്ടർ പട്ടികയിൽ ഒരുപാട് പേരെ ഒഴിവാക്കുന്നു. ആരെയാണ് ഒഴിവാക്കുന്നത്? BJPക്ക് വോട്ട് ചെയ്യാൻ ഇടയില്ലാത്ത ആൾക്കാരെ ഒഴിവാക്കുന്നു പറയാം. അതെങ്ങനെയാണാവോ കണ്ടെത്തുക? എനിക്കറിയില്ല. അതായത് BJPക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതുന്ന ആൾക്കാരൊക്കെ കൂട്ടിച്ചേർക്കുക, BJPക്ക് അല്ല വോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ അതിൽ നിന്ന് പുറന്തള്ളുക. ഇങ്ങനെ ഒരടിസ്ഥാനവും ഇല്ലാത്ത, കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകുന്ന അത്തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയത്. ഒന്നല്ല 2 വട്ടം 2 പത്രസമ്മേളനങ്ങൾ നടത്തി. പക്ഷെ 2 പത്രസമ്മേളനങ്ങളും അക്ഷരാർത്ഥത്തിൽ പൊട്ടിപ്പൊളിയുകയാണ് ചെയ്തത്. എന്നിട്ടും നാണമില്ലാതെ രാഹുൽ ഗാന്ധി ബീഹാറിലുടനീളം വോട്ട് ചോരി യാത്ര നടത്തി. അല്ലെ, തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും കൂടി ചേർന്ന് വോട്ട് ചോരി യാത്ര ബീഹാറിലുടനീളം നടത്തി. ഇതിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്റെ ബലമായ വിശ്വാസം ഇവർക്കറിയാം, ബീഹാറിൽ തലകുത്തി മറിഞ്ഞാലും ബീഹാറിൽ ജയിക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ നമുക്കറിയാലോ, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ബീഹാറിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്ത ഒരുപാട് വികസന പദ്ധതികൾ ബീഹാറിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിതീഷിനെ സംബന്ധിച്ചിടത്തോളം, നിതീഷിന് പ്രായമായി ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. തന്നെയും നിതീഷിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് കേട്ടോ. നിതീഷിന് ആ രീതിയിലുള്ള വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള കഴിവ് നിതീഷിനുണ്ട്. അങ്ങനെ നിതീഷിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു വോട്ട് ബാങ്ക് അവിടെയുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ BJPയും നിതീഷ് കുമാറിന്റെ പാർട്ടിയും ഈ JDUവും നല്ല തരത്തിലുള്ള വോട്ടുകളാണ് സമാഹരിച്ചത്. അതേസമയം കഴിഞ്ഞ തവണ നമുക്കറിയാലോ, കോൺഗ്രസ് തകർന്നടിക്കുകയായിരുന്നു. RJDയുടെ ഒരു ബലത്തിൽ മാത്രമാണ് അവര് പിടിച്ചു നിന്നത്. ഇപ്രാവശ്യം അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നാണ് ബീഹാറിൽ നിന്നുള്ള സൂചനകൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനുള്ള ഒരു എന്താ പറയാ, മുന്നേ കൂട്ടി എറിയാന്ന് പറയില്ലേ, എന്തുകൊണ്ട് കോൺഗ്രസ് ഒക്കെ തോറ്റു എന്നതിന് മറുപടി അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇനി പറയാനുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ വോട്ട് ചോരി ഇത് വോട്ടർ പട്ടിക ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് നിരവധി തവണ ഈ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ പരിഹരിച്ച് അന്തിമ വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും പറയാണ് അതിൽ ഒരുപാട് വോട്ടുകൾ അതിൽ നിന്ന് ഒഴിവാക്കി കട്ട് ചെയ്തു.
നീക്കി എന്നൊക്കെ. ഈ നീക്കിയത് ഇരട്ട വോട്ടുകളാണെന്ന് ഇവർ പറയുന്നു. മരിച്ചുപോയ ആൾക്കാരുടെ, സ്ഥലം മാറിപ്പോയ ആൾക്കാരുടെ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വോട്ടുകളാണ് മാറ്റിയത്. ഇത് മാറ്റണ്ടേ? അങ്ങനെയല്ലേ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം, കേരളത്തിലെ അടൂർ പ്രകാശ് കാലങ്ങളായി പറയുന്നു ഇവിടെ ഇരട്ട വോട്ടുകളുണ്ട്, ഒന്നും രണ്ടുമല്ല, ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഇരട്ട വോട്ടുകളുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ. അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ വരെ അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഇരട്ട വോട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ SIR നടത്തുന്നത്, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത്, ഇന്റൻസീവ് ഒരു റിവിഷൻ നടത്തുന്നത്. ഇതിനെ BJP ജയിക്കാനുള്ള തന്ത്രം, അല്ലെങ്കിൽ BJPക്ക് ജയിക്കാനുള്ള തന്ത്രം എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇതിനെ ആക്ഷേപിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തങ്ങൾക്ക് ജയിക്കാനിടയില്ല. എന്തുകൊണ്ട് തോറ്റു? തങ്ങളുടെ പിടിപ്പുകേട്, തങ്ങളുടെ നേതൃത്വത്തിന്റെ എന്താ പറയാ പരാജയം, അല്ലെങ്കിൽ അണികളുടെ പരാജയം, അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ, ഇതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ എന്തോ മഹത്തായ സംഭവമാണ് ചെയ്തത്. പക്ഷേ BJPക്കാര് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷണറുമായി കൂട്ടുചേർന്നുകൊണ്ട് കൃത്രിമം നടത്തി ഞങ്ങളെ തോൽപ്പിച്ചു. ആ രീതിയിലുള്ള ഒരു ആഖ്യാനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ വോട്ട് ചോരി യാത്ര നടത്തുന്നതും ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങളൊക്കെ നടത്തുന്നത്. ഏതായാലും ഇനി ഒരു മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, ബീഹാറിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു ഇലക്ഷൻ ഫലമാണ് വരാനുള്ളത് എന്നുള്ളത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ കോൺഗ്രസും RJD ഒക്കെ തകർന്നടിയുകയാണെങ്കിൽ അതിനർത്ഥം ബീഹാർ ജനത വളരെ കൃത്യമായി ഇവരുടെ പൊള്ളയായ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവർ നരേന്ദ്രമോദിയുടെ ഈ വികസിത ഭാരതം എന്ന ഏറ്റവും വലിയൊരു ലക്ഷ്യത്തെ അവര് പിന്താങ്ങുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കണം. മാത്രമല്ല ബീഹാറിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിരവധിയായ സഹായ സഹകരണങ്ങളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കും അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ പ്രഖ്യാപിച്ചത്. എല്ലാ സ്ത്രീകൾക്കും 10,000 രൂപ വീതം ഒരു ഇനീഷ്യൽ എമൗണ്ടും അവർ ഇത്തരത്തിലുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു സംരംഭങ്ങളിലേക്ക് നീങ്ങി കഴിയുമ്പോൾ അവർക്ക് 10 ലക്ഷം രൂപ വരെ അവർക്ക് ഇതിനുള്ള ഒരു ഇൻസെന്റീവ് നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഏറ്റവും ആകർഷകമായ ഒരു പദ്ധതി കൂടി ബീഹാറിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതുകൊണ്ടൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയോടുള്ള അല്ലെങ്കിൽ നിതീഷിനോടുള്ള അവരുടെ ആഭിമുഖ്യം വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് അവരുടെ റിപ്പോർട്ടുകൾ. മാത്രമല്ല ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ സീറ്റ് ചർച്ചകളാണല്ലോ. ഏതാണ്ട് NDA സംബന്ധിച്ചിടത്തോളം NDAയുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 2 ചെറു കക്ഷികൾ മാറി ഇന്ത്യ സഖ്യത്തിലേക്ക് പോയി എന്നുള്ളതൊരു കാര്യം. എന്റെ ഒരു ഓർമ്മയിൽ ഒരു 3-4 സീറ്റുകളാണ് കഴിഞ്ഞ തവണ അവർക്ക് നേടാനായത്. അത്തരത്തിൽപ്പെട്ട ഒരു ഇടിവ് ഈ പറയുന്ന NDA മുന്നണിയിൽ ഉണ്ടായി എന്നുള്ളത് നേരാണ്. അതേ സമയത്ത് തന്നെ ഇവരേതാണ്ട് സീറ്റ് ചർച്ചകൾ ഏതാണ്ടൊക്കെ തന്നെ അവര് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കൊടുക്കില്ല എന്ന RJD വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ വോട്ട് ചോരി യാത്രയിലൊക്കെ ഈ രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലങ്ങളിലൊന്നും നമ്മൾ കോൺഗ്രസ്സുകാരൊന്നും കണ്ടിട്ടില്ല. അവിടെ തേജസ്വി യാദവിന്റെ പാർട്ടിക്കാരാണ് ഇവർക്ക് സ്വീകരണമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നു ബീഹാറിൽ. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ ഒരു പ്രതീക്ഷയൊന്നും അവിടെ വെച്ച് പുലർത്തേണ്ട കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് ബീഹാറിലെ ഒരു അവസ്ഥ. അപ്പോൾ വരുന്നൊരു മാസം ഒരുപാട് രാഷ്ട്രീയ എന്താ പറയാ അടിയൊഴുക്കുകളും അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട വിവാദങ്ങളൊക്കെ ബീഹാറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതാണ് 2 പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകൾ എന്ന് പറയുന്നത്.